الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا رسول الله. ഏറ്റവും ആദരണീയരായ എൻ്റെ ഉസ്താദുമാർ, സയ്യിദന്മാർ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങളുടെ മുന്നിൽ ഞാനിവിടെ സ്റ്റേജിൽ നിൽക്കുന്നത് അനുചിതമാണെന്ന് എനിക്കറിയാം. ഞാൻ താഴെ ഇറങ്ങാം. അതായിരിക്കും നമുക്ക് ഒന്നുകൂടി നിങ്ങളിൽ ഒരാളാവേണ്ടവനാണ് ഞാനിവിടെ കയറിയിരിക്കേണ്ടവനല്ല. ഞാൻ എന്ത് ചെയ്യാണ്? നിങ്ങളിലേക്ക് വരികയാണ്. The woods are lovely, dark and deep, but I've promised to keep miles to go before I sleep. Miles to go before I sleep. Positive thinking with effort increases the probability of success. Negative thinking with effort reduces the probability of success. Yesterday is history, tomorrow is mystery. Today is gift of Allah. Today is our mastery. Life is struggle. Face it. Are you ready? Yes or no? Yes or no? Yes. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. എന്നെ കാണുമല്ലോ? എല്ലാവർക്കും എന്നെ കാണുമല്ലോ? Yes or no? നമ്മൾ കൂട്ടുകാരാണ്. നമുക്ക് എൻ്റെ അടുത്ത് വല്ലതും സംഭവിച്ച നമുക്ക് ഒരുമിച്ചാണ് സംഭവിക്കുന്നത്. ഓക്കെ, ഞാൻ 1 എന്ന് പറയുന്ന സമയത്ത് 2 കൈയടിക്കണം. 2 എന്ന് പറയുന്ന സമയത്ത് 1 അടിക്കാവൂ. 3 എന്ന് പറയുന്ന സമയത്ത് അടിക്കരുത്. ആർ യു റെഡി? ഒന്നുകൂടെ പറയാം. 1 എന്ന് പറയുന്ന സമയത്ത് 2 അടി, 2 എന്ന് പറയുന്ന സമയത്ത് 1 അടി, 3 എന്ന് പറയുന്ന സമയത്ത് അടിക്കരുത്. ഓക്കെ, റെഡി? റെഡി? യെസ്, റെഡി? പലൻ റെഡിയല്ല, പലൻ റെഡിയല്ല. റെഡി സർ? റെഡിയാണോ? റെഡി? 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 ഞാൻ റെഡി എന്നാ പറഞ്ഞു, അടിക്കാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ റെഡി എന്നാണ് പറഞ്ഞത്, അടിക്കാൻ പറഞ്ഞു ഇല്ല. എന്റെ പ്രവൃത്തികളിലേക്ക് നിങ്ങൾ നോക്കേണ്ട, എന്റെ വാക്കുകളിലേക്കാണ് നിങ്ങൾ നോക്കുക. നമ്മൾ രക്ഷിതാക്കൾ ഇതിലുണ്ട്. അവിടെ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വാക്കുകൾക്കല്ല നമ്മുടെ കുട്ടികൾ ശ്രദ്ധ കൊടുക്കുന്നത്, നമ്മുടെ പ്രവൃത്തികൾക്കാണ് നമ്മുടെ കുട്ടികൾ ശ്രദ്ധ കൊടുക്കുന്നത്. വൺസ് അഗൈൻ. ഓക്കെ, റെഡി? റെഡി ആയിക്കോളൂ. അടിക്കണോ വേണ്ടെന്ന് പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കാം. റെഡിയായി നിന്നോളൂ. റെഡി? റെഡിയല്ല. റെഡി? 3. ഇപ്പോഴും ചില അപശബ്ദങ്ങൾ കേട്ടു. ഓക്കെ, നമ്മള് റൈഹാൻ വാലിയിലെ സ്റ്റുഡന്റ് ആണല്ലോ, അതിന്റെ ക്വാളിറ്റി നമുക്കുണ്ടാവും. ഓക്കെ, റെഡി? 1 1 1 2 1 2 1 2 1 3. ഓക്കെ, ജീവിതം പോരാട്ടമാണ്. കടുത്ത പോരാട്ടത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. ലൈഫ് ഈസ് എ സ്ട്രഗിൾ. ഫേസ് ഇറ്റ്. ജീവിതം പോരാട്ടമാണ്. കടുത്ത പോരാട്ടത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. അരാജകത്വത്തോടുള്ള, അഴിമതിക്കെതിരെ, അനീതിക്കെതിരെ അല്ല, സ്വന്തം ദേഹേച്ഛകൾക്കെതിരെയുള്ള കടുത്ത പോരാട്ടത്തിലാണ് നാം ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടുകാർ, ഹലോ 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 നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, എല്ലാവരെയും പോലെയാക്കാൻ ശ്രമിക്കും. എല്ലാവരെയും പോലെയാവുക എന്നുള്ളത് എളുപ്പമാണ്. ബട്ട് അവസാന ഫലം ദുഃഖമായിരിക്കും, പ്രയാസങ്ങളായിരിക്കും. അതുകൊണ്ട് ജീവിതം എന്ന കടുത്ത പോരാട്ടത്തിൽ നമ്മൾ ഏർപ്പെടുക. അവിടെ അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, അഴിമതിക്കെതിരെ, അരാജകത്വത്തിനെതിരെ നമ്മുടെ വാക്കുകൾ ഉയരേണ്ടതുണ്ട്.
അതുകൊണ്ട് ബി യുവർസെൽഫ്. നമ്മൾ നമ്മളാവണം. ഈ കടുത്ത പോരാട്ടത്തിൽ നമ്മുടെ കൂടെ ചില ആയുധങ്ങൾ വേണ്ടതുണ്ട്. അത് വാളല്ല, ഉറുമിയല്ല, കുന്തമല്ല, ചാട്ടുളിയല്ല, തൃശൂലമല്ല. നമ്മുടെ കൂടെ കരുതേണ്ട ചില ആയുധങ്ങളുണ്ട്, ചില ഘടകങ്ങളുണ്ട്. ഒരിക്കൽ കുട്ടി ഉപ്പയുടെ കൂടെ പള്ളിയിലേക്ക് പെരുന്നാൾ പള്ളിക്ക് വേണ്ടി പോവുകയാണ്. കുട്ടിയുടെ കണ്ണ് അങ്ങാടിയിൽ നിറഞ്ഞു നിൽക്കുന്ന ബലൂണുകളിലും തോരണങ്ങളിലുമാണ്. കുട്ടി ഉപ്പയോട് ചോദിക്കുന്നുണ്ട്, ഉപ്പ അതെന്താ ഇതെന്താ? ഉപ്പ പള്ളിയിലേക്ക് അല്പം വൈകിയത് കൊണ്ട് പള്ളിയിലേക്ക് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പ എന്ത് ചെയ്തു? വളരെ പെട്ടെന്ന് പള്ളിയിൽ പോയി തിരിച്ചു വന്ന സമയം കുട്ടി പെട്ടെന്ന് ഉപ്പയുടെ കയ്യിൽ നിന്ന് കുതറി മാറി ആ ബലൂൺ വിൽക്കുന്ന വിൽപ്പനക്കാരന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ബലൂൺ അല്പനേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ബലൂൺ വിൽപ്പനക്കാരനോട് ചോദിച്ചു, ബലൂൺ മാമ, ഇതില് കറുത്ത ബലൂൺ ഇല്ലല്ലോ, കറുത്ത ബലൂൺ എന്തുകൊണ്ടാ പൊങ്ങി പറക്കാത്തത്? എന്തുകൊണ്ടാണ് കറുത്ത ബലൂൺ പൊങ്ങി പറക്കാത്തത്? ബലൂൺ മാമൻ ആ കുട്ടിയെ മൈൻഡ് ചെയ്തില്ല. തിരക്ക് പിടിച്ച കച്ചവട. വീണ്ടും ചോദിച്ചു, അല്ലയോ ബലൂൺ മാമ, ഒന്ന് ഉത്തരം പറ, എന്തുകൊണ്ടാ കറുത്ത ബലൂൺ പൊങ്ങി പറക്കാത്തത്? ബലൂൺ മാമൻ ആ കുട്ടിയെ അടുത്ത് വിളിച്ചു. തന്റെ കവറിൽ നിന്ന് ബ്ലാക്ക് ബലൂൺ എടുത്തു. എന്നിട്ട് അതിൽ ഹീലി അങ്ങ് നിറച്ചു. എന്നിട്ട് കയറ് കെട്ടിയിട്ട് നൂല് കെട്ടിയിട്ട് മറ്റുള്ള ബലൂണുകൾ ഒരുമിച്ച് അങ്ങ് ഉയർത്തിവിട്ടു. ആ ബലൂണും കറുത്ത ബലൂണും പൊങ്ങി പറക്കാൻ തുടങ്ങി. അപ്പം കുട്ടിയുടെ ചോദ്യം, ബലൂൺ മാമ, കറുത്ത ബലൂണും പൊങ്ങൂലേ? യെസ്. അപ്പം ബലൂൺ മാമൻ ചില വാക്കുകൾ നമ്മോടാണ് പറഞ്ഞിട്ടുള്ളത്. മോനെ, കറുപ്പാണോ ചുവപ്പാണോ വെള്ളയാണോ, വ്യത്യസ്ത നിറങ്ങളല്ല നിങ്ങളുടെ പരാജയവും വിജയവും തീരുമാനിക്കുന്നത്. അത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ സന്നിവേശിപ്പിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണോ നിറക്കുന്നത്, അതാണ് നിങ്ങൾ ഉയർച്ചയും താഴ്ചയും തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളെ നിർണയിക്കുന്നത്. ഇന്നലെ വരെ നിങ്ങളുടെ ചിന്തകൾ എന്തായിരുന്നോ അതാണ് ഇന്ന് നിങ്ങൾ. നാളെ ആരാവണമെന്ന് തീരുമാനിക്കുന്നത്. ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ ചിന്തകൾ എന്താവുമോ അതാണ് നാളെ നിങ്ങൾ. നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക. നിങ്ങളുടെ ചിന്തകളെ കാത്തു സൂക്ഷിക്കുക. ചിന്തകൾ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നവരാകണം, വലിയ വലിയ സ്വപ്നങ്ങൾ. എന്നോട് ലോകത്തെ ഏറ്റവും വലിയ പാപിയാരെന്ന് ചോദിച്ച് ഞാൻ പറയാ, ചെറിയ സ്വപ്നങ്ങൾ കണ്ട് തന്റെ ഏരിയയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരുത്തനാണ് ലോകത്തെ ഏറ്റവും വലിയ പാപി. അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവരല്ല നമ്മൾ. എനിക്കറിയാം വ്യത്യസ്ത മേഖലകളിൽ ഉള്ളവരുണ്ട്, ഇതില് പ്രൊഫഷനുകൾ ഒരുപാടുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്, വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ മാറേണ്ടതുണ്ട്. അവിടെ തന്നെ നിലനിന്നുകൂടാ, അവിടെ നിന്ന് മാറേണ്ടത് നമ്മള്. ജീവിതം ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാകുക, ഏറ്റവും ഉദാത്തമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നവരാകുക. ഗുരുവോട് ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഗുരു, ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട്, ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട്. ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, അല്ലയോ ഗുരു, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഞാൻ ഒരുപാട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തത്? ഗുരു ഒന്നും പറഞ്ഞില്ല. ഗുരു നേരെ ശിഷ്യനെയും കൂട്ടി പുഴക്കരയിലേക്ക് നടന്നു. രണ്ടുപേരും മുണ്ട് മാറിയിട്ട് അവർ കുളിക്കാൻ ഇറങ്ങി. ആ തണുപ്പിനെ സിരകളിലൂടെ ആവാഹിച്ചെടുത്ത് വളരെ ഭംഗിയായിട്ട് രണ്ടുപേരും ആസ്വദിച്ച് കുളിക്കുകയാണ്. ജീവിതം ആസ്വദിക്കാൻ, എൻജോയ് യുവർ ലൈഫ്. ജീവിതം ആസ്വദിക്കണം. ഓരോ നിമിഷവും എൻജോയ് എവറി മൊമെന്റ്. ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കണം. അതിനിടക്ക് ഗുരു പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ശിഷ്യന്റെ കഴുത്തിന് പിടിച്ചു വെള്ളത്തില്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശിഷ്യൻ കൈകാലുകൾ ഇട്ടടിക്കാൻ തുടങ്ങി. ഗുരു വിട്ടില്ല. അവസാന നിമിഷം ആയി എന്ന് കണ്ടപ്പോഴാണ് ഗുരു കയ്യങ്ങ് മാറ്റി. ശിഷ്യൻ പൂർണ്ണ ക്ഷീണിതനായി വളരെ ധൃതിയോടുകൂടിയിട്ട് മുകളിലോട്ടങ്ങ് ഉയർന്നു വന്നു. ശക്തിയോടുകൂടി മുകളിലോട്ടങ്ങ് ഉയർന്നു വന്നു. തളർന്നു പോയിട്ടുണ്ട്. ഗുരു ശിഷ്യനെ എടുത്ത് കരയിലേക്ക് കിടത്തി. അല്പനിമിഷങ്ങൾക്ക് ശേഷം ശിഷ്യൻ എഴുന്നേറ്റ് ചോദിച്ചു, അല്ലയോ ഗുരു, എന്നോട് വേണ്ടിയിരുന്നോ ഇത്രയും? ഗുരു ഒന്ന് പുഞ്ചിരിച്ചു. വീണ്ടും ശിഷ്യന്റെ ചോദ്യം, അല്ലയോ ഗുരു, എന്നോട് വേണ്ടിയിരുന്നോ ഇത്രയും? ഗുരു പറഞ്ഞു, ഒരു ചോദ്യമാണ് മറുപടിയായിട്ട് ഗുരു കൊടുത്തത്. നീ
ഒരിറ്റ ശ്വാസത്തിന് ആഗ്രഹിക്കുകയാണോ, തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണോ ചെയ്തത്? ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഗുരു, അതെന്ത് പറയാനാ? ഒരിറ്റ ശ്വാസത്തിന് വേണ്ടി ഞാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്തത്. യെസ്, നിനക്കില്ലാതെയായി പോയതാ. നിനക്ക് സ്വപ്നങ്ങളുണ്ട്, വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. കലാമിന്റെ വാക്കുകൾ നമുക്കറിയാവുന്ന, നിങ്ങൾ ഉറക്കം കെടുത്തുന്നതെന്തോ അതാണ് നിങ്ങളുടെ സ്വപ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നം കാണാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണും നമ്മൾ, പക്ഷെ അത് പൂർത്തീകരിക്കാതെ നമ്മൾ അങ്ങ് വിട പറയും. അരുത്, പാപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചനാഥൻ സ്വപ്നം കാണാൻ നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവും നമ്മളിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്ന് നാം ഓർക്കണം. അതിനുള്ള കഴിവും നമ്മളിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. സ്വപ്നം ഭൂവണിയാ ഈ ലോകത്തിനോട് വിട പറയരുത്. നമ്മൾ അതിനുള്ള കപ്പാസിറ്റിയും നമുക്കുണ്ട്. അപ്പം ഗുരു പറയാണ്, മോനെ, നീ തീവ്രമായിട്ട് ആഗ്രഹിക്കണം. തീവ്രമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തെ കുറിച്ച് ആഗ്രഹമുണ്ടോ? അത് നിങ്ങളുടെ ലക്ഷ്യമാണ്. ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം, വലിയ വലിയ ലക്ഷ്യങ്ങൾ. അത് പ്രൊഫഷണൽസ് ഉണ്ട്, വ്യത്യസ്ത തലങ്ങളിലുള്ളവരുണ്ട്. അവരുടെ ലക്ഷ്യങ്ങൾ അവർ സെറ്റ് ചെയ്തു എന്ന് കരുതരുത്. ഉയർന്ന് ചിന്തിക്കണം, വീണ്ടും ഉയർന്ന് ചിന്തിക്കണം. നമ്മൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടരുത്. ഫിക്സഡ് മൈൻഡ് ആയി, ഗ്രോത്ത് മൈൻഡ് ആവണം നമ്മുടേത്. ഫിക്സ് ചെയ്യരുത് നമ്മളെ. ഇങ്ങനെ ലക്ഷ്യങ്ങൾ നിർണയിച്ച് നമ്മൾ മുന്നോട്ട് ഗമിക്കുക. ഈ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. ഗുരു ശിഷ്യനോട് പറയാം, മോനെ, നന്നായിട്ട് ഹാർഡ് വർക്ക് വേണം, കഠിന പ്രയത്നം നടത്തണം. ഹാർഡ് വർക്ക് ഈസ് ഓൺലി കീ ടു സക്സസ്. അത് മാത്രാണ് വിജയത്തിലേക്കുള്ള ഏക വഴി. ഷോർട്ട് വഴികൾ മറ്റൊന്നുമില്ല. അത് കഠിന പ്രയത്നാണ്. നിങ്ങൾക്കറിയില്ലേ എഡ്മണ്ട് ഹിലാരിയെ? ആരാ എഡ്മണ്ട് ഹിലാരി? എഡ്മണ്ട് ഹിലാരിയെ കേട്ടിട്ടില്ലേ? 1951 എഡ്മണ്ട് ഹിലാരി ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഞാൻ എവറസ്റ്റ് കീഴടക്കാൻ പോവുകയാണ്. 8848 മീറ്റർ, 29,028 അടി ഉയരമുള്ള എവറസ്റ്റിന് മുകളിലേക്ക് ഞാൻ യാത്രയാവുകയാണ്. കൂടെ വരേണ്ടവർക്ക് വരാം. ലോകം കൂവി വിളിച്ചു. ചരിത്രത്തിൽ ഇന്നേവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. 1951 വരെ ചിലർ കയറി എന്ന് പറയുന്നു, പക്ഷെ തിരിച്ചു വന്നിട്ടില്ല. ഡെഡ് ബോഡിയാണുള്ളത്. ലോകം ഒന്നടങ്കം പറഞ്ഞു, ഹിലാരി 1952 എഡ്മണ്ട് ഹിലാരി വീണ്ടും ഉദ്യമത്തിന് തുടക്കം കുറിക്കുകയാണ്. വീണ്ടും ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലോകം എഡ്മണ്ട് ഹിലാരിയോട് പറഞ്ഞു, ഹിലാരി, പ്രപഞ്ചനാഥൻ നിങ്ങൾക്കൊരു അവസരം തന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ. ഇനി നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഡെഡ് ബോഡി ആയിരിക്കും തിരിച്ചു വരിക. അരുത്. എഡ്മണ്ട് ഹിലാരി ചെവി കൊടുത്തില്ല. എന്റെ മനസ്സ് എവറസ്റ്റിന് മുകളിൽ എത്തിയിട്ടുണ്ട്. 8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റിന് മുകളിൽ എന്റെ മനസ്സെത്തിയിട്ടുണ്ട്. എങ്കിൽ എനിക്ക് എത്താൻ കഴിയും. പ്രപഞ്ചനാഥൻ എനിക്ക് കഴിവ് തന്നിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കണം നമ്മള്. എഡ്മണ്ട് ഹിലാരി 1952 വീണ്ടും കയറ്റം ആരംഭിച്ചു. കൂട്ടുകാരോട് ഒരുമിച്ച്. വെറും മീറ്ററുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴാണ് എഡ്മണ്ട് ഹിലാരിക്കും സംഘത്തിനും മനസ്സിലായത്, വഴി തെറ്റിപ്പോയിട്ടുണ്ട്. മീറ്ററുകൾ മാത്രമാണ്, ജ്വാലകളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അപ്പം എഡ്മണ്ട് ഹിലാരി ഇനി ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. കടുത്ത പ്രതികൂലമായ കാലാവസ്ഥയാണ്. ഒരടി മുന്നോട്ട് വെക്കാൻ ഇനി കഴിയില്ല. വഴി തെറ്റിപ്പോയിട്ടുണ്ട്. പിന്തിരിഞ്ഞു നടന്നു. 1953 ചരിത്രം വഴിമാറുകയാണ്. കാലം നമ്മളെയാണ് കാത്തിരിക്കുന്നത്. മുന്നോട്ട് വരിക. റൈസ് അപ്പ്. Right now, start now. ഈ സമയം തുടങ്ങണം. നമ്മൾ ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? അരുത്, നമ്മോട് ചെയ്യുന്ന പാപമാണ്. Start now, right now. ഈ സമയം തുടങ്ങണം നമ്മൾ. 1953 എഡ്മണ്ട് ഹിലാരി സുഹൃത്തുക്കളും കയറ്റമാരും അതിനു മുന്നേ മറ്റൊന്നും സംഭവിച്ചു. ബ്രിട്ടീഷ് ഗവൺമെന്റ് എഡ്മണ്ട് ഹിലാരിക്കും സംഘത്തിനും ഒരു സ്വീകരണം നൽകി. എഡ്മണ്ട് ഹിലാരി 1958 പ്രയാണം കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത്, സ്വീകരണം നൽകിയ സമയത്ത് എല്ലാവരും പ്രസംഗിച്ചു കഴിഞ്ഞു. മറുപടി പ്രസംഗത്തിൽ എഡ്മണ്ട് ഹിലാരി എഴുന്നേറ്റ് നിന്ന നിമിഷം എഡ്മണ്ട് ഹിലാരിയുടെ കണ്ണുകളിൽ നിന്ന് തീജ്വാലകൾ അങ്ങനെ ഉയർന്നുകൊണ്ടിരുന്നു. അവരുടെ മുന്നിൽ ഒരു പിക്ചർ അങ്ങ് വന്നു. അത് എവറസ്റ്റിന്റെ പിക്ചർ ആയിരുന്നു. എഡ്മണ്ട് ഹിലാരി ആ പിക്ചറിലേക്ക് നോക്കി പറഞ്ഞു, എവറസ്റ്റ്, നീയൊന്നറിയണം, എന്റെ മനസ്സ് നിന്നെ കീഴടക്കിയിട്ടുണ്ട്.
നിന്റെ ഉയർച്ച കാണിച്ച് എന്നെ പേടിപ്പിക്കേണ്ടതില്ല. 8748 മീറ്ററാണ് നിന്റെ ഉയരമെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മനസ്സ് അവിടെ എത്തിയിട്ടുണ്ട്. നീ ഇനി വളരില്ല. പക്ഷെ എഡ്മണ്ട് ഹിലാരിയുടെ വളർച്ച മുരടിച്ചിട്ടില്ല. നിന്റെ വളർച്ച മുരടിച്ചിട്ടുണ്ട്. നിന്നെ ഞാൻ കീഴടക്കും. നിന്നെ ഞാൻ എന്റെ കാൽ കീഴിട്ട് ഞെരിച്ചമർത്തിക്കളയും എന്ന് എഡ്മണ്ട് ഹിലാരി എന്ന് പറഞ്ഞ സമയത്ത് സദസ്സൊന്നടങ്കം കൈയടിച്ച് എഡ്മണ്ട് ഹിലാരിയെ പ്രോത്സാഹിപ്പിച്ചു. ഹാർഡ് വർക്ക്, കഠിന പ്രയത്നം. 1953 ചരിത്രം മാറ്റി എഴുതുകയാണ്. കാലം എഡ്മണ്ട് ഹിലാരിക്കായിരുന്നു കാത്തിരുന്നത്. 1953 എഡ്മണ്ട് ഹിലാരിയും സംഘവും വളരെ വിജയകരമായിട്ട് എവറസ്റ്റ് കീഴടക്കി. എഡ്മണ്ട് ഹിലാരി കാലൊന്നങ്ങ് ഞെരിച്ചു കളഞ്ഞു. എവറസ്റ്റ് പിടപിടച്ചിട്ടുണ്ടാവണം. മനുഷ്യ സ്പർശം ആദ്യമായിട്ടാണ് ഏൽക്കുന്നത്. 4 ഭാഗത്ത് 4 കൊടിയങ്ങ് നാട്ടി ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മനസ്സെത്തിയോ? അവിടെ നിങ്ങളുടെ ശരീരം എത്താനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സ് സെറ്റ് ചെയ്താൽ മതി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഹാർഡ് വർക്ക് ഉണ്ടോ? എന്തുമേതും നമുക്ക് കീഴടക്കാം. എന്തുമേതും നമുക്ക് കീഴടക്കാം. അങ്ങനെ കഠിന പ്രയത്നം. നമ്മൾ ലക്ഷ്യം കണ്ടാൽ, സ്വപ്നം കണ്ടാൽ നിരന്തരമായിട്ട് നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുക. വിജയം ഉറപ്പാണ്. വിജയം ഉറപ്പാണ്. മറ്റൊന്ന് വേണ്ടത്, ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിസിഷൻ എടുക്കണം, തീരുമാനം എടുക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഓക്കെ, ഇരുന്നോളൂ. കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ. കടുത്ത തീരുമാനങ്ങൾ. ചേഞ്ച് ഈസ് പോസിബിൾ. മാറ്റം സാധ്യമാണ്. മാറ്റം സാധ്യമാണ്. പക്ഷെ മൈൻഡ് ഒന്ന് സെറ്റ് ചെയ്യണം. എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ചാട്ടെ, ഇങ്ങനെ പിടിച്ചാട്ടെ. അടുത്തുള്ളവന്റെ മുഖത്ത് കൊടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ഒരൊറ്റടി വളരെ വേഗത്തിൽ അടിക്കണം. ക്ലിയർ? വളരെ വേഗത്തിൽ അടിക്കണേ. 1 എന്ന് പറഞ്ഞാൽ ക്ലിയർ. രണ്ട് കൈകളുടെയും വിരലുകൾ തമ്മിൽ പരസ്പരം കോർക്കണം. റെഡി? 2 എന്ന് പറഞ്ഞ പഴയ പൊസിഷനിലേക്ക് തന്നെ വരണം. ഇതിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. അങ്ങനെ തന്നെ പറയുള്ളൂ. ഇങ്ങനെ തന്നെ പറയുള്ളൂ കേട്ടോ. റെഡി 3 ഒന്നും പറയൂല. 1 2 എന്ന് മാത്രമേ പറയുള്ളൂ. ചെറിയൊരു മാറ്റം അതിനുശേഷം ഞാൻ വരുത്തും, അത് പറയുകയും ചെയ്യും. ഓക്കെ, എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ചാട്ടെ. 1 അങ്ങനെ പിടിച്ചാട്ടെ. അടുത്തുള്ളവന്റെ മുഖത്ത് കൊടുക്കണ്ട. പഴയ പൊസിഷനിലേക്ക് വളരെ വേഗത്തിലാണ്. വളരെ വേഗം. 1 പഴയ പൊസിഷനിലേക്ക് വളരെ വേഗത്തിലാണ്. 1 എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ വേഗത പോരാ. 2 പഴയ പൊസിഷൻ. 2 പഴയ പൊസിഷനിലേക്ക് തമ്മിൽ പരസ്പരം കോർക്കണം. ഏറ്റവും പവർഫുൾ ആയിട്ടാണ് ഇപ്പം ചെയ്യേണ്ടത്. 2 എന്ന് പറഞ്ഞ പഴയ ഏറ്റവും പവർഫുൾ തന്നെ വരണം. ഇതിൽ മാറ്റമൊന്നുമില്ല. ഇങ്ങനെ തന്നെ പറയുള്ളൂ. യെസ്, ഇങ്ങനെ തന്നെ. ഇപ്പൊ നിങ്ങളുടെ ഏതോ ഒരു വിരലാണ് മുകളിൽ മാത്രമേ പറയുള്ളൂ. ഒരു മാറ്റം അതിനുശേഷം ഞാൻ വരുത്തും, അത് പറയുന്നത് ഇടത് വിരലാണ്. ചില ആളുകൾ മാറ്റൊന്നും വേണ്ട. ചില ആളുകളുടേത് വലതാണ്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഞാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുള്ളവർ ഇടതിലേക്ക് വളരെ വേഗത്തിൽ, ഇടതുള്ളവർ വലതും വരണം. വേഗത പോരാ. വലത്ത് എന്റേത് ഇടതാണ്. അപ്പൊ ഇനി ആ അടിക്കുന്ന സമയത്ത് വരണം. ഏത് വരണം? ഏറ്റവും പവർഫുൾ ആയിട്ടാണ് ഇപ്പം ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും പവർഫുൾ. ഇടത് വന്നവർ വലത് വരെ, വലത് വന്നവർ ഇടത് വരെ. ക്ലിയർ? യെസ്, ക്ലിയർ. നിങ്ങളുടെ ഏതോ ഒരു വിരലാണ് മുകളിൽ. Am I right? ഇനി 1 പറയുമ്പോൾ അടിക്കട്ടാ. എന്റേത് ഇപ്പൊ ഇടത് വിരലാണ് മുകളിൽ. പക്ഷെ എന്ത് ചെയ്യണം? ചില ആളുകൾ മാറ്റം വേണം. ചില ആളുകൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുള്ളവരോട് പഴയ പൊസിഷനിൽ ഇടതുള്ളവർ വലതും വരണം. പഴയ വേഗത കിട്ടിയോ? പഴയ വേഗത കിട്ടിയോ? ഇല്ല. ഏത് വരണം? ഏത് വരണം? വലത് വരണം. കാരണം എന്താ? വലത് വരണം. കാരണം എന്താ? വലത് വരെ. മാറ്റം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ? മൈൻഡ് സെറ്റ് ചെയ്താൽ മാറ്റം സാധ്യമാണ്. ചേഞ്ച് ഈസ് പോസിബിൾ. അതിന് കടുത്ത തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. അവിടെ ഇടർച്ച പാടില്ല, പതർച്ച പാടില്ല. കടുത്ത തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് ഗമിക്കുക. ഡിസിഷൻ. വേഗത കിട്ടിയോ? ഒബാമയെ അറിയില്ല നമുക്ക്. ആരാ ഒബാമ? കെനിയയിലെ വളരെ ചേരി പ്രദേശത്ത് ഒതുങ്ങിക്കൂടേണ്ട ഒബാമ. 43 പ്രസിഡന്റുമാരും വൈറ്റ് ആയിരുന്നു. 44ാമത്തെ പ്രസിഡന്റ് ബ്ലാക്ക് ആയിട്ട് വന്നത്. എന്താ ഇവിടെ സംഭവിച്ചത്? ഒബാമ ആ കെന്യയിലെ ചേരി പ്രദേശത്ത് ഇപ്പോഴും ഒബാമയുടെ ജ്യേഷ്ഠൻ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതേ ചേരി പ്രദേശത്തുള്ള ജീവിതമാണ്. ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഒബാമ ചില ഡിസിഷൻ എടുത്തു.
ജീവിതം അത് മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കണം. അത് തീയിൽ കൊരുത്തത് വെയിലത്ത് വാടില്ല. പ്രതിസന്ധികൾ ഉണ്ടാവണം ജീവിതത്തില്, പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കണം ജീവിതത്തില്. അപ്പോഴേ നമ്മൾ നാം ആവുള്ളൂ. നമുക്കറിയാം, ഒരു വീട് കത്തിച്ചാമ്പലായ അവിടെ മൺകൊണ്ടുണ്ടാക്കിയ ഒന്നും പൊട്ടിപ്പൊരിയില്ലല്ലോ. കാരണം എന്താ? അത് തീയിൽ കുരുത്തതാണ്. അങ്ങനെയുള്ള കപ്പാസിറ്റി, പവർ നമുക്ക് വരണം. അപ്പോഴേ ജീവിതം ജീവിതാകുന്നുള്ളൂ. ഒരു സുഗമമായി ഒഴുകുന്ന നദിക്ക് ഭംഗിയില്ല. അതിന് വ്യത്യസ്ത തലങ്ങളിലൂടെ വളഞ്ഞു പുളഞ്ഞൊഴുകുമ്പോഴാണ് നദിക്ക് നദിയുടെ ഭംഗി വരുന്നത്. ഡിസിഷൻ ഉണ്ടാകണം. മറ്റൊന്ന്, നമ്മളെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യണം. നമുക്കറിയാം, ഒരു പേപ്പർ, ഈ സൂര്യന്റെ ജ്വാലയെ കുറിച്ച്, അതിന്റെ പവറിനെ കുറിച്ച്, റൈസിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. ഒരു പേപ്പർ നമ്മൾ കത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ വെച്ചാൽ കത്തില്ലെന്ന് നമുക്കറിയാം. നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ പഠിച്ചതാണ്. എന്താണ് അത്? ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഫോക്കസ് ചെയ്താൽ നിമിഷങ്ങൾക്കകം ആ പേപ്പർ കത്തുന്നത് നമുക്ക് കാണാവുന്നതാണ്. എന്താ സംഭവിച്ചത്? ഫോക്കസ് ചെയ്തു. ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, അഥവാ ടണൽ ഫോക്കസ് എന്നൊക്കെ പറയും. ടണൽ ഫോക്കസ്, നമ്മളൊരു പൈപ്പിലൂടെ അങ്ങ് നോക്കുന്ന സമയത്ത് ആ ഒരു ദ്വാരത്തിന്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. ചുറ്റുഭാഗത്തുള്ളത് നമ്മൾ കാണുന്നില്ല. അങ്ങനെ ലക്ഷ്യം നിർണയിച്ചു കഴിഞ്ഞാൽ ടണൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കഠിന പ്രയത്നത്തിലൂടെ കടുത്ത തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് നീങ്ങുക. നിങ്ങളെ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം പ്രപഞ്ചനാഥൻ നമ്മുടെ കൂടെയുണ്ട്. പ്രപഞ്ചനാഥൻ നമ്മുടെ കൂടെയുണ്ട്. എന്തിനാ പേടിക്കുന്നത്? പിന്നെ ആര് കൈയൊഴിഞ്ഞാലും പ്രപഞ്ചനാഥൻ നമ്മെ കൈയൊഴിയില്ല. മറ്റൊന്ന് നമുക്കുണ്ടാവേണ്ടതാണ്. ഗുരു പറയാണ് ശിഷ്യനോട്, മോനെ, ഇതൊന്നും മാത്രം പോരാ, കോൺഫിഡൻസ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാല് ആത്മവിശ്വാസം വേണ്ടുവോളം ഉണ്ടാവണം. എത്ര തന്നെ പഠിച്ചിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കോൺഫിഡൻസ് ഇല്ലേ, വിജയിക്കാൻ കഴിയില്ല. നമുക്കറിയാം അരുണിമ സിൻഹ. ആരാ അരുണിമ സിൻഹ? നമ്മൾ കേട്ടിട്ടുള്ളതാണ് പേര്. 1989 ഉത്തർപ്രദേശിൽ ജനിച്ച അരുണിമ സിൻഹ 2011 വരെ നാഷണൽ പ്ലെയർ ആയിട്ട്, ഇന്ത്യയുടെ ദേശീയ കളിക്കാരിയായിട്ട്, വോളിബോൾ പ്ലെയർ ആയിട്ട് രാജ്യം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം 2011 ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയിൽ അരുണിമ സിൻഹ ഒരു ജനറൽ കമ്പാർട്ട്മെന്റിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം കൊള്ളക്കാർ ഇടിച്ചു കയറുന്നു. പലരുടെയും പിടിച്ചു പറിക്കുന്നുണ്ട്. അവസാനം അരുണിമ സിൻഹയുടെ കഴുത്തിലുള്ള ചെയിനിലേക്കും കൊള്ളക്കാരുടെ കയ്യെത്തി. പക്ഷെ അരുണിമ സിൻഹ ഒരു പ്ലെയർ ആയിരുന്നു, തോറ്റുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ജീവിതം അത് പോരാട്ടമാണെന്ന് വിശ്വസിക്കുന്നവളായിരുന്നു അരുണിമ സിൻഹ. അരുണിമ സിൻഹ എതിർത്തു. അരുണിമ സിൻഹ ഈ 4 ആളുകൾ ഈ കമ്പാർട്ട്മെന്റിന്റെ ട്രാക്കിലേക്ക് ഒരു എറ്റേറ് നിമിഷങ്ങൾക്കുള്ളിൽ ട്രാക്കിൽ പതിക്കുന്നു. മറ്റൊരു ട്രെയിൻ വന്ന് അരുണിമ സിൻഹയുടെ കാലിലൂടെ കടന്നു പോകുന്നു. അരുണിമ സിൻഹയുടെ കാൽ ഛേദിക്കപ്പെടുന്നു. മറ്റൊരു കാലിന് ഒരു കാൽ മുട്ടിന് കീഴെ ഛേദിക്കപ്പെടുന്നു. മറ്റൊരു കാലിലൂടെ അല്പം കയറുന്നു. അരുണിമ സിൻഹയ്ക്ക് ബോധം നഷ്ടമായിട്ടില്ല. രാത്രിയാണിത് സംഭവിക്കുന്നത്. അരുണിമ 2 ട്രെയിനും പാസ് ചെയ്തു. 7 മണിക്കൂർ അരുണിമ സിൻഹ ഈ ട്രാക്കിൽ കിടന്നു. 49 ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരാളും അരുണിമ സിൻഹയെ കണ്ടില്ല. അരുണിമ സിൻഹ ഇപ്പം കാണുന്നത് എന്താണെന്നറിയോ? അവളുടെ മാംസം, തെറിച്ചുപോയ മാംസം എലികൾ ആവേശത്തോടു കൂടിയിട്ട് തിന്നുന്നതാണ് അരുണിമ സിൻഹ കാണുന്നത്. പക്ഷേ അരുണിമ സിൻഹക്ക് കൈകൾ പൊക്കാൻ കഴിയുന്നില്ല, അതിനെ തുരത്താൻ കഴിയുന്നില്ല. അരുണിമ സിൻഹ സഹിച്ചു. അങ്ങനെ ബറേലി ഡിസ്ട്രിക്റ്റിലുള്ള ഹോസ്പിറ്റലിലേക്ക് ആ വില്ലേജേഴ്സ് അരുണിമ സിൻഹയെ എത്തിക്കുകയാണ്. അരുണിമ സിൻഹ, ഡോക്ടേഴ്സ് അവിടെ കൂടി. പക്ഷെ അരുണിമ സിൻഹയ്ക്ക് ഇപ്പം വേണ്ടത് ബ്ലഡാണ്. വേണ്ടുവോളം രക്തം വേണം. അവിടെ ബ്ലഡ് സ്റ്റോക്കില്ലായിരുന്നു. ഡോക്ടേഴ്സ് പരസ്പരം പറയാ, ഡോക്ടേഴ്സ് മനസ്സിലാവും ഒരു മാനുഷികത. ബി മാൻ, ജെന്റിൽമാൻ, മാന്യനാവണം, മനുഷ്യനാവണം നമ്മള്. ഇന്ന് ഡോക്ടേഴ്സിന്റെ അവസ്ഥ, ഇർഷാദ് ഇവിടെ ഉണ്ട്, അടുത്ത സുഹൃത്ത് ഇവിടെ ഉണ്ട്. ഡോക്ടേഴ്സിന്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. നമ്മെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെ കഴുത്തങ്ങ് മുറിച്ചിടാൻ കഴിയോ ആ രീതിയിലാണ് നമ്മുടെ പോക്കറ്റിലേക്ക് ആദ്യം ഡോക്ടേഴ്സ് നോക്കുന്നത്. ഞാൻ കുറ്റപ്പെടുത്തല്ല, എല്ലാവരും ഇങ്ങനെയാ എന്ന് പറയല്ല ഞാന്. ഇർഷാദിനെ പോലുള്ള മഹാന്മാരായ ഡോക്ടേഴ്സും അതിലുണ്ട്. അറിയണം, ആ ഡോക്ടേഴ്സ് തീരുമാനിക്കുകയാണ്, ഞങ്ങളുടെ ബ്ലഡ് കൊടുക്കുക. ഇത് അരുണിമ സിൻഹ കേൾക്കുകയാണ്, ഞങ്ങളുടെ ബ്ലഡ് കൊടുക്കുക. അങ്ങനെ ബ്ലഡ് കയറ്റി
ഡോക്ടേഴ്സ് അവരോട് വളരെ ദുഃഖത്തോടെയുള്ള ഒരു ആ വാക്ക് പറഞ്ഞു, സിൻഹ, ഇനി നിങ്ങൾക്ക് വോളിബോൾ നാടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വോളിബോൾ കളിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ക്രച്ചസ് ഇല്ലാതെ വീൽ ചെയർ ഇല്ലാതെ നിങ്ങൾക്ക് നടക്കാൻ സാധ്യമല്ല. അരുണിമ സിൻഹ ഒരു പ്രതിജ്ഞ എടുത്തു, ഇനി ഞാൻ വോളിബോൾ എനിക്ക് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്റെ കടുത്ത തീരുമാനം എന്തറിയുമോ? എനിക്ക് 8848 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് കീഴടക്കണം. അരുണിമ സിൻഹ 2011 പറയാ, കഠിന പ്രയത്നം നടത്തിക്കൊണ്ടേയിരുന്നു. അരുണിമ സിൻഹയുടെ കോൺഫിഡൻസിനെ തകർക്കാൻ ഒരാൾക്കും ആയിരുന്നില്ല. അങ്ങനെ അരുണിമ സിൻഹ ബജേന്ദ്രിപാൽ മൗണ്ടൻ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ എടുത്തു. പരിശീലനം തുടങ്ങി, കഠിന പ്രയത്നം നടത്തി. 2013 അരുണിമ സിൻഹ ലോകത്താദ്യമായിട്ടൊരു വികലാംഗ എവറസ്റ്റ് കീഴടക്കുന്ന സ്ത്രീയായിട്ട് എവറസ്റ്റിന് മുകളിൽ കൈകൾ ഉയർത്തി നിന്നു. That is possible. കോൺഫിഡൻസ് ഉണ്ടോ? സാധ്യമാണ്. വിൽമ റുഡോൾഫിനെ അറിയില്ല നമുക്ക്? ആരാ വിൽമ റുഡോൾഫ്? 2-ാം വയസ്സിൽ പോളിയോ ബാധിച്ച് കാലിന്റെ ചലനം പൂർണ്ണമായി നശിച്ച് 8-ാം വയസ്സിൽ പിച്ച വെക്കാൻ തുടങ്ങി 12-ാം വയസ്സിൽ നടത്തം ആരംഭിച്ച വിൽമ റുഡോൾഫ് പറയാ, എനിക്ക് ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ വേണം. അമ്മയോട്, അമ്മ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ. 2-ാം വയസ്സിൽ പോളിയോ ബാധിച്ച് കാല് പൂർണ്ണമായും ചലനമറ്റ വിൽമ റുഡോൾഫ് പറയാ, 8-ാം വയസ്സിൽ പറയാ അമ്മയോട്, അമ്മ ആ വടി ഇങ്ങെടുക്ക്, എനിക്ക് നടക്കണം. അമ്മ ചോദിക്കുക, എന്തിനാ മോളെ നിനക്ക് വടി? എനിക്ക് നടക്കണം അമ്മേ. കോൺഫിഡൻസ്. എനിക്ക് നടക്കണം അമ്മേ. കോൺഫിഡൻസ്. അമ്മ വടിയെടുത്ത് കൊടുക്കുന്നു. വിൽമ റുഡോൾഫ് പിച്ച വെക്കാൻ തുടങ്ങുന്നു 8-ാമത്തെ വയസ്സിൽ. 12-ാം വയസ്സിൽ വിൽമ റുഡോൾഫ് നടക്കുന്നു. പിന്നെ വിൽമ റുഡോൾഫിന്റെ ലക്ഷ്യം എന്താ? 100-ലും 200-ലും 4x400 റിലേയിലും ഗോൾഡ് മെഡൽ വേണം എനിക്ക്. 1960 ഒളിമ്പിക്സിന്റെ ചരിത്രം വിൽമ റുഡോൾഫിന്റെ പേരിലല്ലേ എഴുതിയിട്ടുള്ളത്? ദാറ്റ് ഈസ് കോൺഫിഡൻസ്. ആത്മവിശ്വാസമുണ്ടോ? കഠിന പ്രയത്നമുണ്ടോ? ലക്ഷ്യം നിർണയിച്ചിട്ടുണ്ടോ? കഴിയും നമുക്ക്. നിങ്ങൾ ഒരു സ്ഥലത്ത് മാത്രം ഫിക്സ് ചെയ്തു പോവല്ല. നമുക്കറിയില്ലേ സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ അവസ്ഥ എന്താ? സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ 23-ാമത്തെ വയസ്സിൽ ശരീരം പൂർണ്ണമായിട്ട് തളർന്ന് സ്റ്റീഫൻ ഹോക്കിങ്സിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു, സ്റ്റീഫൻ, നിങ്ങൾക്കിനിയുള്ളത് 2 വർഷം മാത്രമാണ് ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. സ്റ്റീഫൻ അതോടുകൂടിയിട്ട് ആ കട്ടിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി. സ്റ്റീഫൻ തന്റെ മുന്നിലുള്ള മരണത്തെ കാതോർത്തിരിക്കുകയാണ്. അപ്പോഴുണ്ട് അവിടെ ഒരു കുട്ടി തുള്ളിച്ചാടി നടക്കുന്നു ഹോസ്പിറ്റലില്. സ്റ്റീഫൻ ആ കുട്ടിയെ അങ്ങ് വിളിച്ചു, മോനെ ഒന്നിങ്ങ് വന്ന, ഞാൻ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2 വർഷം മാത്രമേ എനിക്കുള്ളത്. എന്നെ മര്യാദക്കൊന്നും മരിക്കാൻ അനുവദിക്കുമോ നീ? ആ മോനങ്ങ് ചിരിച്ചു. ആ കുട്ടി അങ്ങ് ചിരിച്ചു. സ്റ്റീഫൻ, അങ്കിൾ, നിങ്ങൾ എന്താ പറയുന്നത്? 7 ദിവസം എനിക്കുള്ളത്. എനിക്ക് ബ്ലഡ് ക്യാൻസറാ. 7 ദിവസം എനിക്കുള്ളത്. നിങ്ങൾക്ക് 2 വർഷമല്ലേ അങ്കിൾ? ഒന്ന് ആസ്വദിക്കുക ജീവിതം. എൻജോയ് യുവർ ലൈഫ്. ഒന്ന് ആസ്വദിക്കുക നിങ്ങൾ ജീവിതത്തിൽ തിരിച്ചു വാ. ഇത് വല്ലാത്തൊരു എനർജിയാണ്, കോൺഫിഡൻസ് ആണ് സ്റ്റീഫൻ ഹോക്കിങ്സ് നൽകി. ഇന്ന് 76-ാമത്തെ പിറന്നാൾ സ്റ്റീഫൻ ഹോക്കിങ്സ് ആഘോഷിച്ചില്ലേ? ഇന്നും ലോകത്തിന് വിസ്മയമായിട്ട് സ്റ്റീഫൻ ഹോക്കിങ്സ് നിലനിൽക്കുന്നില്ലേ? That is possible. Change is possible. Anything is possible. Yesterday is history. Tomorrow is mystery. Today is gift of Allah. Today is our mastery. Right now, start now. ഈ നിമിഷം തുടങ്ങണം. നമ്മൾ ആരെയാ കാത്തിരിക്കുന്നത്? ഇന്നലകൾ ചരിത്രമാണ്, നാളുകൾ ദുരൂഹതയാണ്. ഈ നിമിഷം നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. ഈ നിമിഷം നമ്മൾ തുടങ്ങേണ്ടത് എന്തും സാധ്യമാണ്. ഇത് തേങ്ങ കാണുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഇവിടുന്ന് ഞാൻ കൊണ്ടുവന്നൊന്നുമല്ലേ. നമ്മുടെ ക്യാൻറ്റീനിൽ തേങ്ങ കാണുന്ന സമയത്ത് ഇവിടെയുള്ള കുട്ടിക്കാലത്തേക്കാണ് തിരിച്ചു പോകുന്നത് അല്ലേ അക്ബർ അലി? അങ്ങനെ ഒരു തിരിച്ചു പോകും നമുക്ക്. ഈ തേങ്ങ അന്ന് കല്ലിട്ട് എങ്ങനെയാ തേങ്ങ പൊളിക്കാന്ന് പഠിച്ച് പെട്ടുന്ന അത് വല്ലാത്തൊരു കാലഘട്ട. ഓർമ്മിക്കാൻ ഇന്നും മനസ്സിനെ വല്ലാതെ താലോലിക്കുന്ന ഒരു കാലഘട്ടം. 90 മുതൽ 98 വരെയുള്ള 91 to 98 വരെയുള്ള ഒരു കാലഘട്ടം. സമദിനോട് ഒരുമിച്ച്, അബ്ദുറഹ്മാനോട് ഒരുമിച്ച്, അങ്ങനെ ഒരുപാട് നല്ല കൂട്ടുകാരോട് ഒരുമിച്ച്. ആ കാലം ഇനി തിരിച്ചു വരില്ല.
പക്ഷേ എൻജോയ് എവറി മൂമെന്റ്. ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കണം. അപ്പൊ ഈ തേങ്ങ കാണുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മ വരുന്നുണ്ട്. ഈ തേങ്ങ ഈ ഗ്ലാസ് ആയിട്ട് പൊട്ടിക്കാൻ പോവാണ്. ഈ ഗ്ലാസ് പൊട്ടോ തേങ്ങ പൊട്ടോ? ഗ്ലാസ് ആണോ പൊട്ടുന്നത്, തേങ്ങയാണോ പൊട്ടുന്നത്? ഏതാ പൊട്ടുക? ഒന്ന് ട്രൈ ചെയ്ത് നോക്കല്ലേ? റെഡി റെഡി ഓക്കെ. വെള്ളം വേണം, അങ്ങോട്ട് വരണ്ട, അങ്ങോട്ട്. ഓക്കെ ഓക്കെ, ചെയ്തോട്ടെ. That is possible. Anything is possible. എന്തും സാധ്യമാണ്, എന്തും സാധ്യമാണ്. Attitude is everything. Attitude is everything. നിങ്ങളുടെ മനോഭാവമാണ് നിങ്ങൾ ആരെന്ന് തീരുമാനിക്കുന്നത്. Think positive. Think big. Small steps but rapid action. വലുതായി ചിന്തിക്കുക. നിങ്ങളുടെ മനസ്സിനൊന്ന് ചുരുക്കല്ല, ഒന്ന് ഉയർന്ന് ചിന്തിക്കുക. ഫിക്സ് ചെയ്യല്ല, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ. റൈറ്റ് നൗ, ഈ നിമിഷം. ഇന്നലകളാണ് ഇന്നിന്റെ നിങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നലെ വരെയുള്ള ചിന്തകളാണ് ഇന്നത്തെ നിങ്ങൾ. ഇനി നിങ്ങൾ ഈ നിമിഷം തൊട്ട് നിങ്ങളുടെ ചിന്തകൾ എന്താണോ അതാണ് നാളെ നിങ്ങൾ. ചേഞ്ച് ഈസ് പോസിബിൾ. അങ്ങനെ ഗുരു പറഞ്ഞു വരികയാണ്, മോനെ വേണ്ടത് കോൺഫിഡൻസ് ആണ്. മറ്റൊന്ന് അറ്റൻഷൻ. ജീവിതത്തിൽ മോനെ അറ്റൻഷൻ ഇല്ലെങ്കിൽ അത് ജീവിതത്തിൽ പരാജയം. ഇതൊക്കെ ഉണ്ടായിട്ടും ഗുരു പറയാ, ഇതൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. അറ്റൻഷൻ ഇല്ലേ പരാജയമായിരിക്കും. ഡോക്ടർ ക്ലാസ്സിൽ വന്നു, കുട്ടികളോട് സംവദിച്ചു. ശേഷം ഡോക്ടർ പറഞ്ഞു, ഡോക്ടറുടെ മുന്നിൽ ഗ്ലാസിൽ അല്പം മൂത്രമെത്തി. മൂത്രം ഡോക്ടേഴ്സിന് അറിയാം എന്താണ് അവരുടെ കയ്യിൽ കൊടുക്കുന്നതെന്നും നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാം. മൂത്രമെത്തി. നിമിഷങ്ങൾക്കകം എല്ലാ കുട്ടികളുടെ മുന്നിലും മൂത്രമെത്തി കഴിഞ്ഞു. എല്ലാ കുട്ടികളുടെ മുന്നിലും മൂത്രത്തി. രൂക്ഷഗന്ധ. പെൺകുട്ടികളൊക്കെ അപ്പഴേ ഒക്കാനിക്കാൻ തുടങ്ങി, പഴയ മൂത്ര. ഡോക്ടർ പറഞ്ഞു, ലിസൺ ടു മീ, എല്ലാവരും എന്നിലേക്ക് നോക്കണം. ഡോക്ടർ എന്ത് ചെയ്തു? ആ മൂത്രത്തിലേക്ക് അങ്ങ് കൈയിട്ടു. വളരെ സിമ്പിൾ ആയിട്ട് മൂത്രത്തിലേക്ക് അങ്ങ് കൈയിട്ട് സിമ്പിൾ ആയിട്ട് ഡോക്ടർ അത് അങ്ങീമ്പി. ഡോക്ടർ പറഞ്ഞു, ചെയ്തോളൂ. കുട്ടികള് ഡോക്ടറെ ഡോക്ടർ ഒരു ഇന്റർഗേറ്റീവ് മാർക്ക്, വലിയൊരു ഇന്റർഗേറ്റീവ് മാർക്ക് ഡോക്ടറുടെ മുന്നിലേക്ക് അങ്ങിട്ടു. ഡോക്ടർ ചെയ്യുക. കുട്ടികള് ബാത്റൂം എവിടെ നോക്കി? ഓടണല്ലോ, ഓക്കാനിക്കുന്നുണ്ട്. ഇപ്പോഴേ മനസ്സില്ല, മനസ്സോടെ ആ മൂത്രത്തിലേക്ക് അങ്ങ് കൈതാഴ്ത്തി, മൂക്കങ്ങ് പൊത്തിപ്പിടിച്ചു. ഡോക്ടറുടെ മുന്നിൽ എല്ലാവരും വിരൽ വായിലേക്ക് അങ്ങ് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ക്ലാസ് ഈസ് ഓവർ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നിങ്ങൾ കൈ കഴുകി ഛർദിക്ക് എന്ത് വേണമെങ്കിലും ആയി. ക്ലാസ് ഈസ് ഓവർ. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. അപ്പൊ അതിനേക്കാൾ വലിയൊരു ഇന്റർഗേറ്റീവ് മാർക്കാണ് കുട്ടികളുടെ മുന്നിലുണ്ടായത്. എന്താ ഡോക്ടറെ? യെസ് മക്കളെ, ജീവിതത്തിൽ അറ്റൻഷൻ ഇല്ലെങ്കിൽ, കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ മൂത്രമല്ല കുടിക്കേണ്ടി വരിക, അപ്പി തിന്നേണ്ടി വരും എന്ന് പറഞ്ഞു ഡോക്ടർ. നിങ്ങൾ മൂത്രപ്പം കുടിച്ചിട്ടുള്ളൂ, ഇനി എന്ത് ചെയ്യേണ്ടി വരും? ജീവിതത്തിൽ വലിയ വലിയ പരാജയങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും നിങ്ങൾക്ക് അറ്റൻഷൻ ഇല്ലെങ്കിൽ എന്ന് ഡോക്ടർ പറഞ്ഞു. കുട്ടികളോട് വളരെ വിനയത്തോട് കൂടിയിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തത് എന്താണ്? ഞാൻ എന്റെ ചൂണ്ട് വിരലാണ് മൂത്രത്തിലേക്ക് ഇട്ടത്. ഞാൻ എന്റെ വായിലേക്ക് കൊണ്ടുപോയ വിരൽ ഏതാണ്? എന്റെ സെന്റർ ഫിംഗർ ആയിരുന്നു. എന്റെ സെന്റർ ഫിംഗർ ആയിരുന്നു. നിങ്ങളോ? നിങ്ങൾ ചൂണ്ടുവിരൽ കൊണ്ടുപോയി ചൂണ്ടുവിരലിനെ വായിലേക്ക് ഇട്ടു. അറ്റൻഷൻ ഇല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ ഏത് മേഖലകളിലുള്ളവരാവട്ടെ വലിയ വലിയ പരാജയങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. ജീവിതത്തിൽ അറ്റൻഷൻ ഉണ്ടാകും. അറ്റൻഷൻ ഉണ്ടാവണം. നമ്മള് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴല്ല നമ്മൾ മഹാന്മാരാവുന്നത്. മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മഹാന്മാരാവുന്നത്. നമുക്കപ്പോഴാണ് മഹത്വം ഉണ്ടാവുന്നത്. എൻജോയ് യുവർ ലൈഫ്. എൻജോയ് യുവർ ലൈഫ്. നിങ്ങളുടെ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സമയപരിമിതി നമ്മുടെ മുന്നിലുണ്ട്. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എൻജോയ് യുവർ ലൈഫ് എനി മൊമെന്റ്. ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുക.
ഇപ്പോ കുട്ടികളായവരുണ്ട്, കുടുംബം നയിക്കുന്നവരുണ്ട്, പ്രവാസികളുണ്ട്, വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് ആ മേഖല നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയണം. ആ മേഖലയെ നിങ്ങൾ വല്ലാതെ ഇഷ്ടപ്പെടുക. നിങ്ങൾ ചെയ്യുന്ന മേഖലയെ നിങ്ങൾ ഇഷ്ടപ്പെടുക. അപ്പോൾ നിങ്ങൾക്കതൊരു ജോലിയല്ലാതെയായി മാറും. അങ്ങനെ നമുക്ക് കഴിയണം. ഏത് മേഖലയിലായാലും അതിനെ എൻജോയ് ചെയ്യുക. നമ്മുടെ മക്കളോട് ഒരുമിച്ചുള്ള ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്യുക. ഇപ്പോ നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് ഈ റെയ്ഹാൻ വാലിയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവന്ന ഉമ്മമാർക്ക് ഒരു പക്ഷേ വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവും. നമ്മൾ ഓർക്കണം, ഒരു കാലത്ത് നമ്മുടെ നേഴ്സായിരുന്നവർ, ഡോക്ടറായിരുന്നവർ, സംരക്ഷകരായിരുന്നവർ, ഗൈഡായിരുന്നവർ, എല്ലാമായിരുന്നു നമ്മുടെ ഉമ്മമാർ. ഇന്ന് നമ്മൾ ഒരുപക്ഷെ നമ്മളാണ് അവരുടെ സംരക്ഷകരാവേണ്ടത്, നമ്മളാണ് അവരുടെ കളിക്കൂട്ടുകാരാവേണ്ടത്, നമ്മളാണ് എല്ലാം അവർക്ക്. എന്നുള്ള വാക്ക് അത് വല്ലാത്തൊരു വാക്കാണ്. ഉമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഉമ്മ നിങ്ങളെയൊന്ന് നമ്മളെയൊന്ന് ശാപവാക്ക് ചൊരിഞ്ഞാൽ പടച്ച തമ്പുരാനും ഉമ്മക്കുമിടയിൽ ഒരു റെസ്ട്രിക്ഷൻ, ഒരു നിയന്ത്രണം, ഒരു മറ ഇല്ല. ഉമ്മയുടെ വാക്കിനെ സൂക്ഷിക്കുക. പല മഹാന്മാരുടെയും ഉയർച്ചയ്ക്ക് പിറകിൽ ഉമ്മമാരായിരുന്നു. പല മഹാന്മാരുടെയും തകർച്ചയ്ക്ക് പിറകിൽ ഉമ്മയായിരുന്നു. ഓർക്കണം, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആസ്വദിച്ച് കഴിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് വേണം, വല്ലാത്ത നന്ദി വേണം ഈ ഭക്ഷണം തന്നവരോട്. അവസാനമായിട്ട് ആത്യന്തികമായിട്ട് ഇതിനെല്ലാം ഹേതുവായി അള്ളാഹുവിനോട് നന്ദി ഉണ്ടാവണം. നമുക്ക് നന്ദിയില്ലാത്ത മനുഷ്യർക്കാണ്, ഫോർഗീവ്നെസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തവർക്കാണ് ഇന്ന് ശാസ്ത്രലോകം പറയുന്നത് ക്യാൻസർ 80% വരാൻ കാരണം എന്താ? ഇന്ന് നമ്മുടെ ഭക്ഷണം മാത്രമല്ല വിഷയം. വെറുപ്പ്, അസൂയ, കുശുമ്പ്, ഇതായിട്ട് മനുഷ്യൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ പ്രത്യേക ചില ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ഒരു പ്രത്യേക ഭാഗത്ത് ചെന്നിട്ട് അടിഞ്ഞുകൂടിയിട്ട് ആ സെല്ലുകൾ വിഭജിക്കാൻ തുടങ്ങുകയാണ്. ഇതാണ് ക്യാൻസർ ആയിട്ട് മാറുന്നത്. വെറുപ്പ്, വിദ്വേഷം നമ്മുടെ മനസ്സിലുണ്ടോ, ഭാവിയിൽ നമ്മൾ ക്യാൻസർ പ്രതീക്ഷിക്കുക. അപ്പോ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, എല്ലാവരോടും ഒരുമിച്ചുള്ള ഓരോ നിമിഷവും നമുക്ക് ആസ്വദിക്കാൻ കഴിയണം. ഓരോ നിമിഷവും. ഞാൻ ഒരു കഥ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കഥയോട് കൂടിയിട്ട്. നിബിഡമായ കാട്. ഈ കാട്ടിലെ രാജാവാരാ? അതെന്താ ചോദിക്കാനല്ലേ, നമ്മൾ പരസ്പരം ചോദിക്കാണ്. കാട്ടിൽ രാജാവാരാ? സിംഹമാണ്. സിംഹം മാളത്തിന് മുന്നിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഉണ്ട്, വിശന്നിരിക്കുന്ന സിംഹത്തിന്റെ മുന്നിലൂടെ നല്ല ചുറുചുറുക്കുള്ള വെളുത്തൊരു മുയൽ കാരറ്റ് തോട്ടത്തിലേക്ക് അങ്ങനെ നടക്കുന്നു. സിംഹം അത് കണ്ടു, സടകുടഞ്ഞ് എഴുന്നേറ്റു, കാത്തിരുന്നു. കാരറ്റ് തോട്ടത്തിലേക്ക് മുയൽ അങ്ങനെ പോയി, തിരിച്ചു വരുന്നത് കാത്തിരുന്നു. മുയൽ സിംഹത്തിന്റെ മുന്നിലെത്തി. മുയലെത്തി. സിംഹം പതുക്കെ കാല് പിറകോട്ട് വെച്ച് പതുങ്ങി. പക്ഷേ മുയൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. മുയൽ ഞൊടിയിടയിൽ അവിടെ നിന്ന് തെന്നിമാറി ഓടി രക്ഷപ്പെട്ടു. രണ്ടാമത്തെ ദിവസവും കാരറ്റ് തോട്ടത്തിലേക്ക് സിംഹത്തിന്റെ മുന്നിലൂടെ തന്നെ മുയൽ വന്നു. മൂന്നാമത്തെ ദിവസവും വന്നു. നാലാമത്തെ ദിവസവും വന്നു. മുയൽ ഭീരുവല്ല, ജീവിതത്തിൽ പിരിന്തിരിഞ്ഞോടുന്നവരല്ല അല്ല മുയൽ വീണ്ടും അഞ്ചാമത്തെ ദിവസം വരുന്ന സമയത്ത് സിംഹം എല്ലാ പ്ലാനുകളും ചെയ്തു വെച്ചു. ഇനിയൊരിക്കലും മുയലിന് രക്ഷയുണ്ടാവരുത്. അങ്ങനെ അഞ്ചാമത്തെ ദിവസവും മുയൽ കാത്തിരുന്നു. സിംഹം പതുങ്ങി അവിടെ നിന്നു. മുയൽ പതുക്കെ ആ ഒരു ചാൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ പതുക്കെ സിംഹത്തിന്റെ മുന്നിലൂടെ അങ്ങ് പോയി. മുയൽ കാരറ്റ് തിന്ന് 2 കാരറ്റ് കയ്യിൽ പിടിച്ച് ആണ് തിരിച്ചു വരുന്നത്. മുയൽ ഭീരുവല്ല. ജീവിതം അത് ഭീരുക്കൾക്കുള്ളതല്ല. പ്രതിസന്ധികളാണ് നമ്മെ നാമാക്കുന്നത്. ഏറ്റെടുക്കുക, ഫേസ് ഇറ്റ്, മുന്നോട്ട് നീങ്ങുക നമ്മൾ. അങ്ങനെ മുയൽ വന്നു. മുയൽ 2 കയ്യിൽ 2 കാരറ്റുമായിട്ട് വന്നിട്ട് സിംഹത്തിന്റെ മുന്നിൽ നിന്ന് ഒരു നൃത്തം ചെയ്തു.
ഒന്നങ്ങ് നൃത്തം ചെയ്തു. സിംഹം ആഞ്ഞടിച്ചു. പക്ഷേ മുയല് അതിനേക്കാളും വലിയ ഒരു തന്ത്രം അവിടെ പ്രയോഗിച്ചിരുന്നു. ആ ഒരു ഭാഗത്ത് മാളം സെറ്റ് ചെയ്തിരുന്നു. ഉടനെ മാളത്തിലേക്ക് അങ്ങ് പോയി. സിംഹം സിംഹം അവിടെ കാത്തിരുന്നു. എന്നിട്ട് സിംഹം ചോദിച്ചു, മുയലെ മുയലെ ഒന്ന് പറ, ഞാൻ 5 ദിവസമായി നിന്റെ പിറകെ നടക്കുന്നു. 5 ദിവസമായി നിന്റെ പിറകെ ഞാൻ നടക്കുന്നു. ഒന്ന് പറ, എന്തുകൊണ്ടാ നിന്നെ പിടിക്കാൻ കഴിയാത്തത്? മുയല് ചോദിച്ചു, നീ എന്റെ പിന്നാലെ എന്തിനാ ഓടിയത്? സിംഹം പറഞ്ഞു, നിന്നെ പിടിക്കാനടാ. നീ എന്നെ പിടിക്കാനല്ല ഓടിയത്. എന്തിനാണ്? വീണ്ടും മുയൽ ചോദിച്ചു, എന്തിനാണ് എന്റെ പിന്നാലെ ഓടിയത്? സിംഹം പറഞ്ഞു, നിന്നെ പിടിക്കാൻ. മുയൽ പറഞ്ഞു, എന്നെ പിടിക്കാനല്ല നീ ഓടിയത്. ഇനി ഞാൻ പറഞ്ഞോട്ടെ, നിന്റെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടായിരുന്നു നീ ഓടിയത്. പക്ഷെ ഞാൻ ഓടിയത് എന്തിനായിരുന്നു? എന്റെ ജീവന് വേണ്ടിയിട്ടായിരുന്നു. അതെ, നമ്മൾ ജീവന് വേണ്ടിയിട്ട്, ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഓടുക. നമ്മൾ തടഞ്ഞു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. പ്രപഞ്ചനാഥൻ നമ്മുടെ കൂടെയുണ്ട്. God bless us. Allah bless us. Allah bless us. നിർത്തിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.